അപ്പോൾ പ്രിയപ്പെട്ടവരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരിച്ചടിയാകുമെന്നാണ് പാലക്കാട് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നത്. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. മുതിർന്ന നേതാക്കളെ പ്രചരണത്തിലെത്തിച്ച് പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം. BJPയും CPMും ആവട്ടെ മുഖ്യ പ്രചരണായുധമായി രാഹുൽ വിഷയം ഉന്നയിക്കാനാണ് സാധ്യത. എന്തായാലും രാഹുലിനെ പ്രചരണത്തിനിറക്കിയത് തിരിച്ചടിയാവില്ല എന്നാണ് രാഹുൽ ക്യാമ്പയിൻ ചെയ്ത സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷ. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. സ്വാഭാവികമായ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ്. ഇതൊന്നും അത് ബാധിക്കുന്ന കാര്യമില്ല. നിയമസഭ പോലും ബാധിക്കുന്നില്ല. പാർട്ടി ശക്തം. ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി എടുത്ത തീരുമാനം, ഒരു കോടതിയിൽ പരാതി എത്തിയതും കോടതിയുടെ ഇത് വരുന്നതും പാർട്ടി എടുത്ത തീരുമാനം വളരെ ശരിയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഒരു തരത്തിലും രാഹുൽ വിഷയം ബാധിക്കില്ല. കാരണം ഇത് സാധാരണപ്പെട്ട ഒരു പ്രവർത്തകന് അംഗീകാരം ലഭിക്കുന്ന ഒരു ഇലക്ഷനാണ്. അത് ജനങ്ങൾ നല്ലപോലെ വിലയിരുത്തിയിട്ടേ വോട്ട് ചെയ്യുള്ളൂ. രാഹുല് ഏതൊക്കെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ടോ ആ സ്ഥാനാർത്ഥികളിലൊക്കെ നെഞ്ചിൽ ഇപ്പോൾ കൈവച്ചാൽ അറിയാം, ടപ്പ് ടപ്പ് എന്നൊരു ഇടിയുണ്ടാവും. ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് UDF ഭയക്കുന്നുണ്ടോ? ഇക്ബാൽ, അരുൺകുമാർ, ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതോടുകൂടി വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ് നേതാക്കൾ ഉൾപ്പെടെ വിലയിരുത്തുകയും ചെയ്യുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക, എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി മറികടക്കുക എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പാർട്ടിയുടെ നടപടി, കോടതിയുടെ തീരുമാനം വന്നതിന് പിന്നാലെയുള്ള പാർട്ടിയുടെ നടപടി അത് പരമാവധി പ്രചരിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെ തന്നെ പ്രചരണത്തിലേക്ക് എത്തിക്കുക. ഇനി 4 ദിവസം മാത്രമേ പരസ്യ പ്രചരണത്തിന് പാലക്കാട് ഉൾപ്പെടെ സമയമുള്ളൂ. ആ സമയത്തുടനീളം ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള ആളുകളെ, VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം പാലക്കാട് നഗരസഭയിലെ വിവിധ വിജയസാധ്യതയുള്ള വാർഡുകളിലേക്ക് എല്ലാം എത്തിച്ച് പരമാവധി പ്രചരണം നടത്തുക. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കുക എന്നൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടക്കുന്നത്. പക്ഷേ രാഹുൽ നേരിട്ടെത്തി പ്രചാരണം നടത്തിയിട്ടുള്ള അവിടുത്തെ സ്ഥാനാർത്ഥികൾ പറയുന്നത് തങ്ങൾക്ക് നിലവിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, പ്രചാരണത്തിൽ വലിയ പ്രശ്നമില്ലാതെ തങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആളുകൾ ചോദിക്കുമ്പോൾ പാർട്ടിയുടെ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ വേണ്ടി കഴിയുകയും ചെയ്തത്. പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് കരുതുന്നു എന്നുള്ള മറുപടിയാണ് ആ സ്ഥാനാർത്ഥികൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും LDFും BJPയും ആകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് മുതൽ തന്നെ പാലക്കാട് നഗരം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നതാണ്. DYFയും BJPയും യുവമോർച്ചയും എല്ലാം വീടുകൾ കയറിക്കൊണ്ട് രാഹുലിനെതിരെ പ്രചരണം നടത്തിയിരുന്നു. SFI ആകട്ടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അതുപോലെ തന്നെ പരസ്യമായി ആളുകൾ ഒത്തുകൂടുന്ന എല്ലാ മേഖലകളിലും രാഹുലിനെതിരെ പ്രചരണം നടത്തി പരമാവധി ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഏതായാലും രാഹുൽ ഇതൊരു പ്രതിസന്ധി ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസും അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടക്കുന്നു. ആ പ്രതിസന്ധി മറികടക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കും കടക്കുന്നുണ്ട് കോൺഗ്രസ്. ഓക്കെ, താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.